വേലി തന്നെ വിളവ് തിന്നാൽ കാര്യങ്ങൾ എങ്ങനെ ശരിയാകും? അഴിമതികളൊന്നും ചെയ്തിട്ടില്ല എന്ന BJPയുടെ സകല വാദങ്ങളെയും പൊളിക്കുന്നതായിരുന്നു അയോധ്യയിലെ കേസ്. ഭക്തിയുടെ മറവിൽ കള്ളക്കൊട്ടാരം കെട്ടി ജനങ്ങളുടെ വിശ്വാസത്തെ കയ്യിലെടുത്ത, വർഗീയതയുടെ മതിൽ കെട്ടി അവർ കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം അതും വെറും പണമെന്ന കടലാസിന് വേണ്ടി ആയിരുന്നുവെന്ന് തെളിയുമ്പോൾ യോഗി ഇനി ചില്ലറ വിറയ്ക്കലൊന്നുമല്ല വിറയ്ക്കാൻ പോകുന്നത്. അടുത്ത വർഷമാണ് ഉത്തർപ്രദേശിൽ നിയമസഭ ഇലക്ഷൻ നടക്കുന്നത്. കേരളത്തിൽ ശബരിമല കൊള്ള ആഞ്ഞടിച്ച് LDFനെ തൂത്തെറിഞ്ഞതുപോലെ യോഗി സർക്കാരിനെ തൂത്തെറിയാനുള്ള വഴി തന്നെയാണ് ഈ അയോധ്യ കൊള്ള. ബുൾഡോസർ രാജ് നടത്തി ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് പൂർണ്ണമായും ഹിന്ദുത്വ രാജ്യമെന്നതിലേക്ക് ആ സംസ്ഥാനത്തെ ചുരുക്കാൻ വേണ്ടി മൃഗസംരക്ഷണം പറഞ്ഞ് മുസ്ലിമുകളെ കൊന്നൊടുക്കി ഈ രാജ്യത്തെ ഏറ്റവും മോശം ഭരണാധികാരിയായിട്ട് മാറിയ ആളാണ് യോഗി ആദിത്യനാഥ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ ആരോപണ വിധേയനായ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായ് രാജിവെച്ചു കഴിയുമ്പോൾ തന്നെ ഒന്നേ ചോദിക്കാനുള്ളൂ: തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാജിവെച്ച് ഒഴിഞ്ഞു മാറിയത്? നേരിടാനുള്ള മനക്കരുത്ത് ഇല്ലാതെ പോയോ? രാമക്ഷേത്രം ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും ഇയാളോടൊപ്പം രാജിവെച്ചിരിക്കുന്നു. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ വ്യാജ ചെക്കുകൾ ചമച്ച് കോടികൾ തട്ടാൻ ശ്രമിച്ച കേസിൽ മുൻ ബാങ്ക് ജീവനക്കാരൻ ഉൾപ്പെടെ 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നിർണായകമായ ഈ 2 രാജികളും നടന്നിരിക്കുന്നത്. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങവെയാണ് രാജി ഉണ്ടായത്. 1000 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് ഉത്തർപ്രദേശ് സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചു എന്ന ആരോപണത്തിൽ അയോധ്യ പോലീസ് വ്യാഴാഴ്ചയാണ് കേസെടുത്തത്. VHP ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്ത് റായിയുടെ സഹായി ടിനു യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗം കൃഷ്ണ മോഹൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സംഭാവന കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് 2 ദിവസം മുൻപ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ 306, 316, 371, 61 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. SITയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടിയെന്നും പറഞ്ഞിട്ടുണ്ട്. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കേസെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് നടപടി ഉണ്ടായത്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വ്യാഴാഴ്ച രാവിലെ അയോധ്യയിൽ എത്തിയിരുന്നു. അതിനിടയിൽ ക്ഷേത്ര ട്രസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്പെട്ടുവെങ്കിലും നൽകാനാകില്ല എന്ന് ചമ്പത്ത് റായ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ SIT അന്വേഷണം നടത്തുന്നത് കൊണ്ടാണ് എന്നായിരുന്നു ചമ്പത്ത് റായ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇന്ദ്രകാന്ത് ദ്വിവേദിയെ അറിയിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ വരുമാനം, ചെലവ്, സംഭാവനകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഭൂമി ഇടപാടുകൾ, സ്വത്ത് വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട BJP നേതാവ് രജനീഷ് സിംഗ് ആണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത്. ആം ആദ്മി പാർട്ടി, സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, BJP നേതാക്കളായ ബ്രിജ്ഭൂഷൺ, രജനീഷ് സിംഗ് തുടങ്ങിയവർ അയോധ്യയിൽ ലഭിക്കുന്ന സംഭാവനയിൽ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നതായിട്ട് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ മാസം 13-നാണ് UP സർക്കാർ 3-അംഗ SITയെ നിയോഗിച്ചത്. SIT സംഘം കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ട്രസ്റ്റ് ഉന്നതരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനയിൽ രസീത് ലഭിച്ചില്ല എന്ന പരാതിയുമായി ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്തെത്തി. സംഭാവന കൈകാര്യം ചെയ്തതിലെ ഗുരുതര പിഴവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇക്കാര്യം വ്യക്തമായത്. 500-ന്റെ കെട്ടുകൾ പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു പോലീസ് കണ്ടെത്തിയത്. കേസിൽ അറസ്റ്റിലായ 8 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയുടെ സഹായി ടിനു യാദവിൽ നിന്നും സംഘം കൂടുതൽ വിവരങ്ങൾ തേടുവാൻ പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇയാളിൽ നിന്നും ഭണ്ഡാരത്തിന്റെ താക്കോൽ കണ്ടെത്തി എന്നാണ് വിവരം.
SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. താഴെത്തട്ടിലുള്ള ജീവനക്കാരെ ബലി കൊടുത്ത് ഉന്നതരെ സംരക്ഷിക്കാനാണ് ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചു. അതിനിടയിൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പരാതിപ്പെട്ടു കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് നൽകിയ 4 കിലോ വെള്ളിക്കട്ടിക്കും 1 കോടി രൂപയ്ക്കും രസീത് നൽകിയില്ല എന്നാണ് പരാതി. 2021 സംഭാവന നൽകിയത്. ചെക്കുകളിലെ കൃത്രിമത്വവും കാണിക്കപ്പണത്തിലെ ചോർച്ചയും CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ തകരുന്നത് ഒരു ഭരണകൂടം പടർത്തുയർത്തിയ ശുദ്ധരൂപ പ്രതിച്ഛായ തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ തിടുക്കത്തിലുള്ള രാജിവെച്ച് ഒഴിയലുകൾ എന്ന ചോദ്യത്തിന് മുന്നിൽ യോഗി സർക്കാരിന് മറുപടി ഇല്ലാതാകുന്നു. കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയ വിശ്വാസത്തെയും ഭക്തിയെയും വെറും കച്ചവടമാക്കി മാറ്റിയ അയോധ്യയിലെ ഈ സംഭാവന കൊള്ള ജനാധിപത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വഞ്ചനകളിലൊന്നാണ്. അന്വേഷണം തങ്ങളിലേക്ക് നീളുമെന്ന് ഭയപ്പെട്ട് പടിയിറങ്ങുന്ന ചമ്പത്ത് റായിമാരും അനിൽ മിശ്രമാരും ഒരു കാര്യം നന്നായി ഓർക്കണം. താഴെ തട്ടിലുള്ള ജീവനക്കാരെ ബലിയാടാക്കി ഉന്നതർക്ക് അധികകാലം ഒളിച്ചിരിക്കാനാകില്ല. അധികാരത്തിന്റെ ബലത്തിൽ ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് അയോധ്യയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഈ അഴിമതിക്കറ അത്ര എളുപ്പം കഴുകിക്കളയാനാകില്ല എന്ന് കാലം തെളിയിക്കും.